നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ശബരിമല സന്ദർശിക്കാൻ രാഷ്ട്രപതി എത്തും. സന്നിധാനത്തെത്തുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന പ്രത്യേകതയൊക്കെയുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് തുലാപ്പെയ്ത്ത് തീരുന്നില്ല. കാരണം ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അതിതീവ്ര മഴയ്ക്ക് 3 ജില്ലകളിൽ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. ഒപ്പം PM ശ്രീ പദ്ധതിയിൽ CPM CPI ഭിന്നത തുടരുമ്പോൾ ഇന്ന് മന്ത്രിസഭാ യോഗമൊക്കെ ചേരുന്നുണ്ട്. അങ്ങനെ നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. അയ്യനെ കണ്ടുതൊഴാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ശബരിമലയിൽ. ഹെലികോപ്റ്ററിൽ പ്രമാടം സ്റ്റേഡിയത്തിലിറങ്ങും. പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച് പ്രത്യേക വാഹനത്തിൽ സന്നിധാനത്തേക്ക്. 11:50 സന്നിധാനത്ത്. രാഷ്ട്രപതി മടങ്ങും വരെ ഭക്തർക്ക് നിയന്ത്രണം. പമ്പയിലും ശബരിമലയിലും കനത്ത സുരക്ഷ. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. തമിഴ്നാട്ടിലും കനത്ത മഴ. 8 ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ട്രാക്ക് ഉണർന്നു. ആദ്യ ദിനം ഗെയിംസ് ഇനങ്ങളിലെ മത്സരങ്ങളും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മത്സരങ്ങളും. അത്ലറ്റിക് മത്സരങ്ങൾ നാളെ. PM ശ്രീ പദ്ധതി ഇന്നത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ CPM ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിൽ കടുത്ത വിയോജിപ്പ് അറിയിക്കാൻ CPI. ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണ കുടിശ്ശികയിൽ നിലപാട് കടുപ്പിച്ച് വിതരണക്കാർ. ധനവകുപ്പിനോട് 250 കോടി ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ്. SIR രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ പങ്കെടുക്കും. പശ്ചിമബംഗാളിൽ ഉൾപ്പെടെ SIR നടപ്പിലാക്കുന്നതിൽ ഇന്ന് തീരുമാനം. ബീഹാറിൽ സമവായത്തിലെത്താതെ മഹാസഖ്യം. JM നിലപാട്. ജാർഖണ്ഡിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയിൽ പ്രതിപക്ഷ സഖ്യം. കോഴിക്കോട് താമരശ്ശേരിയിൽ അറവുമാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരായ പ്രതിഷേധത്തിലും സംഘർഷത്തിലും DYFI നേതാവ് ഉൾപ്പെടെ 324 പേർക്കെതിരെ കേസ്. കൊടുവള്ളി നഗരസഭയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ജനകീയ ഹർത്താൽ. രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്കാണ്. അയ്യപ്പനെ കണ്ടു തൊഴാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ശബരിമലയിലെത്തും. തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ രാവിലെ 9 പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറങ്ങി റോഡ് മാർഗം പമ്പയിലേക്ക് പോകും. 11:50 സന്നിധാനത്തെത്തുക. ദർശനത്തിന് ശേഷം ദേവസ്വം ഗസ്റ്റ് ഹൌസിൽ തങ്ങും. ഉച്ചഭക്ഷണത്തിന് ശേഷം 3 മണിക്ക് പമ്പയിലേക്ക് തിരിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് പോലീസ് ആവശ്യമായ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ, 11:50 കൂടിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്നിധാനത്തെത്തുക. രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ നിയന്ത്രണങ്ങളൊക്കെ സന്നിധാനത്തും അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? തീർച്ചയായും നേരത്തെ നിലയ്ക്കൽ ഹെലിപ്പാഡിൽ രാഷ്ട്രപതി ഇറങ്ങും എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥ മാറ്റം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ പ്രത്യേക ഹെലികോപ്റ്ററിൽ പത്തനംതിട്ടയിലെ പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാഷ്ട്രപതി ഇറങ്ങും. അവിടെ നിന്ന് കാറിലാണ് പമ്പയിലേക്ക് തിരിക്കുക. ഈ നേരത്തെ നിലയ്ക്കൽ ഇറങ്ങുമെന്ന് തീരുമാനിച്ചെങ്കിലും പെട്ടെന്ന് മാറ്റുകയായിരുന്നു. ഇന്നലെ ഇത് ഉൾപ്പെടെ ട്രയൽ റൺ അടക്കം നടത്തിയിരുന്നു. ഈ പമ്പയിലെത്തുന്ന രാഷ്ട്രപതി ഗണപതി ക്ഷേത്രത്തിലാണ് കെട്ടുനിറച്ച് അവിടെ നിന്നും സന്നിധാനത്തേക്ക് പുറപ്പെടും. അവിടെ ഈ 4 വീൽ ഡ്രൈവ് ഗൂർഖ വാഹനത്തിലാണ് സ്വാമി അയ്യപ്പൻ റോഡിലൂടെ സന്നിധാനത്തേക്ക് പോവുക. ഈ റോഡിൽ നിശ്ചിത ദൂരത്തിൽ സുരക്ഷാ സേന ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. ഒരേപോലെയുള്ള 6 ഗൂർഖ വണ്ടികൾ ഒന്നിലായിരിക്കും രാഷ്ട്രപതി സഞ്ചരിക്കുക. സുരക്ഷാ ജീവനക്കാരടക്കം ഇവയിൽ ഉണ്ടാകും. യാതൊരു സുരക്ഷാ വീഴ്ചയും ഇല്ലാതെയാവും ഈ യാത്ര നടക്കുക. ഇതിനകം തന്നെ നിരവധി ട്രയൽ റണ്ണുകളടക്കം ഈ സ്വാമി അയ്യപ്പൻ റോഡിൽ നടന്നിട്ടുണ്ട്. രാഷ്ട്രപതി സന്നിധാനത്തെത്തുമ്പോൾ 18-ാം പടിക്ക് മേലെയുള്ള മേലെ തിരുമുറ്റത്ത് 10 പേരെ മാത്രമേ അനുവദിക്കൂ. ഇതിൽ തന്ത്രി, മേൽശാന്തി, 2 പരികർമ്മികൾ, അതുപോലെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, 3 ജീവനക്കാർ എന്നിങ്ങനെയാണ് ഉണ്ടാവുക. 11:50 സന്നിധാനത്തെത്തുന്ന രാഷ്ട്രപതി 1 മണി വരെ അയ്യപ്പനെ കണ്ടുതൊഴാൻ സോപാനത്തുണ്ടാവും.
ദർശനത്തിന് ശേഷം പ്രധാന ഓഫീസ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മുറിയിലാണ് രാഷ്ട്രപതി വിശ്രമിക്കുക. ശേഷം 3 മണിക്ക് പമ്പയിലേക്ക് തിരിക്കും. അവിടെ നിന്നും കാർ മാർഗം വീണ്ടും പൂങ്കാവിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തി തിരുവനന്തപുരത്തേക്ക് മടങ്ങും. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇത് സംബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. 1500 പോലീസുകാരെ സുരക്ഷാ ഡ്യൂട്ടിക്ക് വിന്യസിച്ചിട്ടുണ്ട്. 50 വയസ്സ് കഴിഞ്ഞ വനിതാ പോലീസുകാരെയും സന്നിധാനത്ത് നിയോഗിച്ചിട്ടുണ്ട്. ശബരിമലയിൽ ADGP ശ്രീജിത്തിനാണ് ഇതിന്റെയൊക്കെ ഏകോപന ചുമതല. ഈ പൂങ്കാവ് മുതൽ സന്നിധാനം വരെ വലിയ രീതിയിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ശബരിമല വനത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വഴികളിലും പോലീസിനെ ഉൾപ്പെടെ വിന്യസിച്ചാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കണ്ണൻ, ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു 3 മണിക്ക് ശേഷമായിരിക്കും രാഷ്ട്രപതി പമ്പയിലേക്ക് തിരിക്കുക. ഈ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമൊക്കെ എങ്ങനെയായിരിക്കും? ഭക്തർക്ക് എപ്പോൾ മുതൽ സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കും? അത് സംബന്ധിച്ചൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും 3 മണിക്ക് ശേഷം, അതായത് ഉച്ചഭക്ഷണത്തിന് ശേഷം വിശ്രമത്തിന് ശേഷമാണ് രാഷ്ട്രപതി സന്നിധാനത്തിൽ നിന്നും മലയിറങ്ങുക. അവിടെ നിന്നും ഇറങ്ങി പമ്പയിൽ നിന്നും തിരിച്ച് ഈ പൂങ്കാവിൽ എത്തിയ ശേഷമായിരിക്കും സന്നിധാനത്തേക്ക് പിന്നീട് ഭക്തർക്ക് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ മാറ്റുക. അതുവരെ ഭക്തർക്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. സന്നിധാനത്തേക്ക് അടക്കം പ്രവേശനമില്ല. മാത്രമല്ല, പ്രത്യേക ID കാർഡ് ധരിച്ചവർക്ക് നൽകിയിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ സന്നിധാനത്ത് ഒക്കെ നിൽക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടാവുക. അതിനുശേഷമാകും ഭക്തർക്കുള്ള നിയന്ത്രണമൊക്കെ നീക്കുക. ശരി, കണ്ണൻ ദേവാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ സന്നിധാനത്തെത്തുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇതിനു മുമ്പ് VV ഗിരിയാണ് ശബരിമല സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം ടെക്നിക്കൽ ഏരിയയിലുള്ള വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിലാണ് പത്തനംതിട്ടയിലേക്ക് തിരിക്കുക. എന്തായാലും 11:50 തന്നെ സന്നിധാനത്തെത്തും. അതിനുശേഷമായിരിക്കും ദർശനം. കണ്ണൻ ദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം രാഷ്ട്രപതിയെ വരവേൽക്കാൻ പാലാ സെന്റ് തോമസ് കോളേജിലും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കോളേജിലേക്ക് എത്തുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരം 4-ന് കോളേജിലെ ബിഷപ്പ് വയലിൽ ഹാളിലാണ് ചടങ്ങുകൾ നടക്കുക. 1950 പ്രവർത്തനം ആരംഭിച്ച പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിലാണ് രാഷ്ട്രപതി കോളേജിലേക്ക് എത്തുന്നത്. കോളേജിന്റെ ആദ്യ ബാച്ചിലുണ്ടായിരുന്നത് 300-ലധികം വിദ്യാർത്ഥികളും 14 അധ്യാപകരും ഏതാനും അനധ്യാപകരുമാണ്. നിലവിൽ 15 UG പ്രോഗ്രാമുകളും 16 PG പ്രോഗ്രാമുകളും 11 ഗവേഷണ വിഭാഗങ്ങളുമാണ് കോളേജിൽ ഉള്ളത്. 2000-ൽ പരം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇവിടെ അധ്യയനം നടത്തുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. മുൻ വനം വകുപ്പ് മന്ത്രി NM ജോസഫ്, MG യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ AT ദേവസ്യ, പിന്നീട് MG വൈസ് ചാൻസലർമാരായ ഡോക്ടർ സിറിയക് തോമസ്, ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ എന്നിവരും ഈ കോളേജിലെ അധ്യാപകരായിരുന്നു. ഇങ്ങനെ വിദ്യാഭ്യാസ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ വലിയ സംഭാവനകളാണ് സെന്റ് തോമസ് കോളേജ് നൽകിയിട്ടുള്ളത്. 45 ഇന്റർനാഷണൽ അത്ലറ്റുകളെയും രാജ്യത്തിന് സംഭാവന ചെയ്തു. അഭിമാനകരമായ ഒട്ടേറെ നേട്ടങ്ങളുമായി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിലേക്ക് എത്തുമ്പോഴാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് ബിഷപ്പ് വയലിൽ ഹാളിൽ നടക്കുന്ന പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യും. ജൂബിലി സെലിബ്രേഷൻസ്, പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻസിന്റെ വാലഡിക്ടറി ഫംഗ്ഷൻ എന്ന ആ ചടങ്ങിലേക്കാണ് ഇന്ത്യയുടെ സമാരാധ്യയായ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു വന്നു ചേരുന്നത്. അത് ഞങ്ങൾക്കൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഈ കാലത്ത് ഒരു കലാലയത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടമാണ് രാഷ്ട്രപതി തന്നെ കലാലയത്തിൽ വന്ന് ആ കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിലെ മുഖ്യാതിഥി ആകുക എന്നുള്ളത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ, പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് തുടങ്ങിയവർ സംസാരിക്കും. 800ഓളം പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. രാഷ്ട്രപതിയെ സ്വീകരിക്കാനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയതായി കോളേജ് അധികൃതർ അറിയിച്ചു. പാലായിലെ പരിപാടികൾക്ക് ശേഷം കുമരകത്ത് താമസിക്കുന്ന രാഷ്ട്രപതി 24-ന് രാവിലെ കൊച്ചിയിലേക്ക് പോകും. അമൃത ന്യൂസ്, കോട്ടയം. കേരള രാഷ്ട്രീയം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതാണ് PM ശ്രീ പദ്ധതി. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഈ വിഷയം ചർച്ച ചെയ്യും. മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ CPM ഏകപക്ഷീയമായ തീരുമാനമെടുത്തതിൽ കടുത്ത വിയോജിപ്പാണ് CPIക്കുള്ളത്. വിവരങ്ങളുമായി ഇന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ വിശദാംശങ്ങളുമായി ഇന്ന് രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്,
CPI ഭിന്നത തുടരുകയാണ് ഇപ്പോഴും ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. CPIയുടെ നിലപാട് ഇന്ന് 4 മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിൽ അതേ നിലപാട് ഉറച്ചുനിന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് തന്നെയാണോ അറിയാൻ കഴിയുന്നത്? തീർച്ചയായും ശക്തമായ നിലപാടുമായാണ് CPI രംഗത്തെത്തിയിരിക്കുന്നത്. CPM ഏകപക്ഷീയമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു എന്നാണ് CPI വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലും ഇക്കാര്യം സംബന്ധിച്ച് എതിർപ്പ് വ്യക്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും പ്രധാനമന്ത്രി PM ശ്രീ പദ്ധതിയുമായി പ്രധാനമന്ത്രിയുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അത് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവർ നടപ്പാക്കില്ല എന്ന നിലപാട് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കുന്ന ഈ പദ്ധതി പ്രകാരം കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരേണ്ടതായി വരും എന്ന ഒരു നിലപാട് കൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട എന്ന തീരുമാനത്തിൽ സംസ്ഥാന സർക്കാർ നേരത്തെ ഉണ്ടായിരുന്നത്. അത് നേരത്തെ മന്ത്രിസഭാ യോഗ തീരുമാനം അനുസരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇക്കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ CPM മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. CPM മന്ത്രി ഇക്കാര്യത്തിനായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ വ്യക്തമാക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിദ്യാഭ്യാസ വകുപ്പിൽ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിച്ചതോടെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്ന ഒരു നിലപാടിലേക്ക് എത്തിയത്. കാരണം ഏകദേശം 1 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ലഭിക്കാൻ പോകുന്നത്. കൂടാതെ തന്നെ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന് 1135 കോടിയോളം രൂപ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കാനുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടുകളൊക്കെയും നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാതെ കഴിയില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഫണ്ട് നേടിയെടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന കാര്യം മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്നാൽ CPI ഈ നിലപാടിനോട് യോജിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു യോജിച്ച നിലപാട് സ്വീകരിച്ചിരുന്നു. നേരത്തെ 30ഓളം സംസ്ഥാനങ്ങൾ ഒപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളടക്കം PM ശ്രീ പദ്ധതിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. അതിൽ നിന്ന് മാറി തമിഴ്നാടും കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനമെടുത്തിരുന്നത്. ആ ഒരു നിലപാടിൽ തന്നെ കേരളവും ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ഇതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിലവിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള സഹായം കൂടി ലഭിക്കാത്ത ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. എന്നാൽ അക്കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിക്കുകയും CPIയെ വിശ്വസിപ്പിക്കുകയും അല്ലെങ്കിൽ CPIയുടെ വിശ്വാസം നേടിയെടുക്കുകയും വേണം. അക്കാര്യത്തിൽ വളരെ കടുത്ത നിലപാടിൽ തന്നെയാണ് CPI മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവർ തർക്കം തുടരുമ്പോഴാണ് CPI തർക്കം തുടരുമ്പോഴാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം വിഷയം ചർച്ച ചെയ്യുന്നത്. CPI തങ്ങളുടെ നിലപാട് വിമർശനം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണ കുടിശ്ശികയിൽ നിലപാട് കടുപ്പിച്ച് വിതരണക്കാർ. പ്രശ്നപരിഹാരത്തിന് ധനവകുപ്പിനോട് 250 കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. രജിത്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. രജിത്ത്, ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ സമയം അവസാനിച്ചത്. സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട 3 മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയും ഒക്കെയാണ്. ധനവകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അടക്കമുള്ള ഉപകരണങ്ങളുടെ വിതരണം നടത്തുന്ന കമ്പനിക്കാരാണ് തങ്ങളുടെ നിലപാട് കടുപ്പിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടി അവർ നൽകിയിരുന്ന സമയം അവസാനിക്കുകയും ചെയ്തു. അവർക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക പൂർണ്ണമായും നൽകാത്ത പക്ഷം സാധനങ്ങൾ തിരിച്ചെടുക്കും. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അടക്കം ആശുപത്രികൾക്ക് വിതരണം ചെയ്തിട്ടുള്ള സാധനങ്ങൾ തിരിച്ചെടുക്കുമെന്ന നിലപാട് അവർ നേരത്തെ മുതൽ തന്നെ അറിയിച്ചിരുന്നതാണ്. ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ അവർ നോട്ടീസ് അടക്കം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സർക്കാർ വേണ്ട രീതിയിലുള്ള നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നില്ല. ഇന്നലെയാണ് ഏറ്റവും അവസാനത്തെ സമയം അവർ ഉച്ചയോടുകൂടിയാണ് നൽകിയിരുന്നത്. അതിനുശേഷവും ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുക. ഏകദേശം 250ഓളം കോടി രൂപ ഇതിനോടകം തന്നെ ഈ വിതരണക്കാരുടെ കമ്പനികൾക്ക് നൽകാനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ തന്നെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ കുടിശ്ശികയാണ് നൽകാനുള്ളത്. ഇന്നലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും വിതരണക്കാരുടെ കമ്പനികൾ സാധനങ്ങൾ തിരിച്ചെടുക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അടക്കം
അടക്കം ഉള്ള സാധനങ്ങൾ അവർ തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിൽ മറ്റ് കമ്പനികളിൽ നിന്നും ഇവയെ എത്തിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ സർക്കാർ ശ്രമിച്ചുവെങ്കിലും അവയൊന്നും നടക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തുതന്നെയായാലും ഇക്കാര്യത്തിൽ സർക്കാർ ആരോഗ്യ വകുപ്പ് വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ധനകാര്യ വകുപ്പിനോട് ഏകദേശം 250ഓളം കോടി രൂപ സഹായമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച് ഏതെങ്കിലും തീരുമാനം ധനകാര്യ വകുപ്പ് ഇതുവരെയും അറിയിച്ചിട്ടില്ല. നിലവിൽ ഈ വിതരണക്കാരുടെ കമ്പനികൾ കർശന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ തന്നെ അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളടക്കം തിരികെ എടുക്കുന്ന നിലപാടിലേക്ക് കടക്കുകയും സാധനങ്ങൾ തിരികെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നടക്കമുള്ള സാധനങ്ങൾ അവർ തിരികെ എടുക്കും. കാരണം അത്തരമൊരു നിലപാടിലേക്ക് പോകുക എന്നത് തന്നെയാണ്. പൂർണ്ണമായും തുക ലഭിച്ചതിന് ശേഷം തങ്ങൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക തുക പൂർണ്ണമായും ലഭിച്ചതിന് ശേഷം മറ്റ് നിർത്തിവെക്കുന്ന നടപടികളിലേക്ക് പോയാൽ മതി എന്നാണ് കമ്പനിക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് തുക ആരോഗ്യ വകുപ്പിൽ നിന്നും ഈ വിതരണക്കാരുടെ കമ്പനികൾക്ക് നൽകാനുണ്ട്. നേരത്തെ നമുക്കറിയാം, നേരത്തെ മുതൽ തന്നെ മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ കുറവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങുന്നതുമൊക്കെയും ഡോക്ടർമാർ തന്നെ, വിവിധ വകുപ്പ് മേധാവികൾ തന്നെ പുറത്തു പറയുന്ന ഒരു സാഹചര്യം നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ആരോഗ്യ വകുപ്പിൽ ഇക്കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള നടപടി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ തുകകളൊക്കെയും അടച്ച് ശസ്ത്രക്രിയ പൂർണ്ണമായും അല്ലെങ്കിൽ ശസ്ത്രക്രിയ തുടർച്ചയായി നടക്കുന്നതിനുള്ള നടപടികൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. വിതരണക്കാരുടെ കമ്പനികൾ ആവുന്നിടത്തോളം സഹകരിച്ചു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഇനി ഈ ഒരു നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ആ സമയത്ത് മാത്രമാണ് ധനകാര്യ വകുപ്പിനോട് ഈ തുക അഭ്യർത്ഥിച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വന്നിരിക്കുകയും ചെയ്തത്. ഇനി ഇക്കാര്യത്തിൽ ആരോഗ്യ വകുപ്പ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് അറിയേണ്ടത്. ഏകദേശം 250ഓളം കോടി രൂപയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് ധനകാര്യ വകുപ്പിനെ സമീപിച്ചിരിക്കുന്നത്. ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണ കുടിശ്ശികയിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് വിതരണക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പും ധനവകുപ്പും ഒക്കെ തമ്മിലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് രജിത് കുമാർ. ഇനി സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ഇടുക്കി, അതോടൊപ്പം തന്നെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണുള്ളത്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അശ്വതി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വതി, ഈ തുലാവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായിരുന്നു. ഇന്ന് 3 ജില്ലകളിലാണ് റെഡ് അലേർട്ട്. ഓറഞ്ച് അലേർട്ടും മറ്റു പല ജില്ലകളിലുമുണ്ട്. എങ്ങനെയൊക്കെയാണ് മുന്നറിയിപ്പുകൾ? ഇന്ന് 3 ജില്ലകളിൽ പ്രധാനമായും റെഡ് അലേർട്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇടുക്കി, പാലക്കാട്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്നലെ മുതൽ ഇടുക്കിയിൽ വലിയ കാര്യമായ മഴയൊന്നുമില്ല. ഇന്നും രാവിലെ തെളിഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയാണ്. പാലക്കാടും ഇന്ന് മഴയോ മറ്റു കാര്യങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എറണാകുളത്ത്, കൊച്ചിയിലെ കാര്യം എടുക്കുമ്പോഴും ഇവിടെ രാവിലെ തെളിഞ്ഞ അന്തരീക്ഷമാണ്. പക്ഷേ ഏത് സമയത്തും ഇത് റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ ഏത് സമയത്തും അതിതീവ്ര മഴയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് അതിരൂക്ഷമാകുന്നത് നമ്മൾ കാണുന്നത്. തുലാം മാസത്തിലെ മഴയ്ക്ക് അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള മഴ പെയ്തിരുന്നു. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെള്ളി ശനി ദിവസങ്ങളിലായിരുന്നു. കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ ഇടുക്കി ജില്ലയിൽ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. അതിൻ്റെ കെടുതികളിൽ നിന്നൊക്കെ ആളുകൾ മുക്തരാകുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വലിയ രീതിയിലുള്ള മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജാഗ്രതയോടെയാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഈ ഡാമുകൾ തുറക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഈ മഴ ഗുരുതരമായി വരികയാണെങ്കിൽ ഡാമുകൾ തുറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ പാലക്കാട് വിവിധ നദികളുടെ തീരത്തുള്ളവർക്കൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മായ, ശരി. സംസ്ഥാനത്ത് നിന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. 3 ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ. ഈ ജില്ലകളിലും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും AT അശ്വതി. തമിഴ്നാട്ടിലും കനത്ത മഴയാണ്. ചെന്നൈ അടക്കം വടക്കൻ ജില്ലകളിലാണ് മഴ ശക്തമായിരിക്കുന്നത്. 8 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീവ്ര മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ അടിയന്തര സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്.
IAS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘങ്ങളെ ഇവിടങ്ങളിൽ നിയോഗിച്ചു. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. പുതുച്ചേരിയിലും സ്കൂളുകൾക്ക് അവധിയാണ് ഇന്ന്. രാജ്യവ്യാപക SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഈ ആഴ്ച തന്നെ നോട്ടിഫിക്കേഷനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നത്. 2002 ഏറ്റവും ഒടുവിലായി പശ്ചിമബംഗാളിൽ SIR അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ബംഗാളിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്. അതേസമയം SIRനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരടക്കം ഓൺലൈനായി പങ്കെടുക്കുന്ന യോഗമാണ് ഇന്നത്തെ യോഗം. അതുകൊണ്ട് തന്നെ എത്രത്തോളം നിർണായകമാണ്? SIRുമായി ബന്ധപ്പെട്ട ബീഹാറിൽ നടപ്പിലാക്കിയ നീക്കങ്ങൾ, രീതികളെല്ലാം തന്നെ വിജയിച്ചു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, രാജ്യവ്യാപക SIRലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും ഒപ്പം തന്നെ നിലപാട് അത് തന്നെയാണ്. മാത്രമല്ല, ഈ SIR ബന്ധപ്പെട്ട മുന്നോട്ട് പോകാൻ നിലവിൽ സുപ്രീം കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുമതി നൽകിയിട്ടുണ്ട്. തടയാനാകില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ നിലപാടുമുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നടപടികൾ വേഗത്തിലാക്കാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, നിലവിൽ കേരളത്തിലും ബംഗാളിലുമെല്ലാം തന്നെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളതാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നടപടികൾ വേഗത്തിലാക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഈ വരുന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, അടുത്ത മാസങ്ങളിലെല്ലാം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളിലേക്ക് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പോകും. ആ ഘട്ടത്തിൽ SIR കേരളത്തിൽ വേഗത്തിൽ നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ല എന്നുള്ളത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറടക്കം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കേരളം മാറ്റി നിർത്തിക്കൊണ്ട് തൽക്കാലം ബംഗാളിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായുള്ള ഒരു കൂടിക്കാഴ്ച ഇന്നിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ഈ ആഴ്ച തന്നെ ബംഗാളിലെ SIR സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ അതിശക്തമായ വിമർശനവും പ്രതിഷേധവും ഉയർത്തുമെന്ന് തൃണമൂൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ്. ഇനി അത് കുറെ കൂടി ശക്തമാകും. സ്വാഭാവികമായും നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകും. മുഖ്യമന്ത്രി നേരിട്ട് പ്രതിഷേധം അറിയിക്കുകയൊക്കെ ചെയ്തതാണ്. ഇതിൽ പ്രധാനപ്പെട്ടത്, അവിടെ നിലവിൽ അനധികൃതമായി താമസക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം ആളുകളെ പുറത്താക്കുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി തന്നെ അവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. ബീഹാറിൽ അത് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും പശ്ചിമ ബംഗാളിലും സമാനമായ രീതിയിൽ തന്നെ നടപടികൾ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാറും എന്നുള്ളതാണ് തൃണമൂലിന്റെ ആശങ്ക. അതുകൊണ്ട് തന്നെ നിശിതമായി വിമർശിക്കുകയും ഒപ്പം തന്നെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. 2002 പശ്ചിമ ബംഗാളിൽ ഇതിനു മുമ്പ് വോട്ടർ പട്ടിക പരിഷ്കരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം സമയമായതുകൊണ്ട് ഇനി ആ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട്. ഏതായാലും ഇന്നത്തെ യോഗത്തിലെടുക്കുന്ന തീരുമാനം ഏറ്റവും നിർണായകമാണ്. ഏതായാലും ഇതിൽ നിന്ന് പിന്നോട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അടുത്ത വർഷം ആദ്യം തന്നെ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നടപടികൾ വേഗത്തിലാക്കും. സുപ്രീം കോടതിയിൽ നിന്ന് മൗനസമ്മതം കൂടി ലഭിച്ച പശ്ചാത്തലത്തിൽ ശക്തമായ നടപടികളുമായി കമ്മീഷൻ പോകും. ശരി, രാജ്യവ്യാപക SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർണായക യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ഇതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു KK പ്രശാന്ത്. ഇനി ബീഹാറിലേക്ക് വരികയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 2ാം ഘട്ട നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഇനി 48 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. സമവായത്തിലെത്താതെ മഹാസഖ്യം. ബീഹാറിലെ JMM നിലപാട് ജാർഖണ്ഡിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയിൽ പ്രതിപക്ഷ സഖ്യവുമുണ്ട്. പ്രതിസന്ധികൾ പരിഹരിക്കാൻ കോൺഗ്രസ് RJD നേതൃത്വവുമായി ഇടതു പാർട്ടികൾ ചർച്ച നടത്തും. അതേസമയം ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ BJP നീക്കം തുടങ്ങിയതായി ആരോപിച്ച് ജൻസൂരജ് നേതാവ് പ്രശാന്ത് കിഷോറും രംഗത്തെത്തി. രാവിലെ മഹാസഖ്യത്തിന്റെ വാർത്താ സമ്മേളനം പാട്നയിൽ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള മണിക്കൂറുകൾ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ആവേശ പോരിലേക്ക് കടക്കുമ്പോൾ മഹാസഖ്യത്തിൽ ഭിന്നത തുടരുന്നു. ഇന്ന് വാർത്താ സമ്മേളനം അടക്കം വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ബീഹാറിലെ നിലവിലെ ഒരു തെരഞ്ഞെടുപ്പ് ആവേശം?
അമ്പിളി, സിക്കന്ദർ അടക്കം ഇപ്പോഴും 6 മണ്ഡലങ്ങളിൽ പരസ്പരം മത്സരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് പാർട്ടികൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസും RJDയും ഒപ്പം തന്നെ കോൺഗ്രസും CPIയും ഇങ്ങനെ വിവിധയിടങ്ങളിൽ ഈ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ഒഴിവാക്കാനുള്ള നടപടികളാണ് പ്രധാനമായും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗഹൃദ മത്സരമാണെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ആ രീതിയിൽ അത് കാര്യങ്ങൾ ബീഹാറിൽ എത്തില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇന്നലെ CPM ജനറൽ സെക്രട്ടറി MA BD ഇക്കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ബീഹാറിൻ്റെതായ ശൈലിയുണ്ട്, ആ ശൈലിയിൽ അവർ മുന്നോട്ട് പോകുന്നു, ആ വിഷയങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുകയാണ്, ഒപ്പം തന്നെ പരിഹരിക്കും. ഇന്ന് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. 2 ദിവസം കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ CPMന്റെയും മറ്റ് ഇടത് പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു ചർച്ച ഇന്നലെ രാത്രി വൈകിയും നടന്നിട്ടുണ്ട്. RJD നേതാക്കൾ KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തുകയും ഫോണിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്. മഹാസഖ്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ചിലയിടങ്ങളിൽ അവരുടെ സ്വാധീനം അനുസരിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. പക്ഷേ അത് പിൻവലിക്കാൻ ഇനിയും സമയമുണ്ട്. നാളെ വൈകിട്ടോടുകൂടി ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചാൽ മതി. ആ സമയത്തേക്ക് കൃത്യമായ ചിത്രം തെളിയും എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുന്നത്. കൃഷ്ണ അല്ലാവരുമാണ് നിലവിൽ കോൺഗ്രസ് അവിടെ ചുമതല നൽകിയിട്ടുള്ളത്. അശോക് ഗെഹ്ലോട്ടുണ്ട്. സ്വാഭാവികമായി ഈ 2 നേതാക്കൾ സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവരിന്ന് കൂടുതൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം പാട്നയിൽ വാർത്താ സമ്മേളനം എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും അതോടുകൂടി ഒരു വ്യക്തമായ ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഏതെങ്കിലും തരത്തിൽ അത്തരം തർക്കങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ വരുമെന്ന് MABB പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ തന്നെയാണ്. അതേസമയം തന്നെ ജൻസൂരജ് പാർട്ടിയുടെ അടക്കം ചില സ്ഥാനാർത്ഥികളെ പിൻവലിക്കേണ്ട സാഹചര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇത് BJPയുടെ നിർദ്ദേശത്തിനടിസ്ഥാന അമിത്ഷാ അടക്കം ഭീഷണിപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് പ്രശാന്ത് കിഷോർ അടക്കം ആരോപണമായി ഉന്നയിക്കുന്നത്. അത് രാഷ്ട്രീയ വിവാദമായി ഇപ്പോൾ തന്നെ ബീഹാറിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിന്റെ വലിയ പോരാട്ടത്തിലേക്കാണ് പോകുന്നത്. മഹാസഖ്യം ഇപ്പോൾ ഇന്ന് വാർത്താ സമ്മേളനത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി 24-ാം തീയതി വരുന്നു. അങ്ങനെ വിവിധ തരത്തിൽ ദേശീയ നേതാക്കളെ കൂടുതലായി എത്തിക്കൊണ്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്കാണ് നേതൃത്വങ്ങൾ മുന്നോട്ട് പോകുക. ശരി, ബീഹാർ തെരഞ്ഞെടുപ്പതിന്റെ ആവേശത്തിലേക്ക് കടക്കുമ്പോൾ മഹാസഖ്യത്തിൽ ഭിന്നത തുടരുകയാണ്. ഇത് പരിഹരിക്കാനുള്ള ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KK പ്രശാന്ത്. ഇന്ന് ദേശീയ തലത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു വാർത്തയാണ് സമാധാനം പുനഃസ്ഥാപിക്കാൻ ലഡാക്കിലെ സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ചർച്ചകൾക്ക് ഇന്ന് തുടക്കം. സംഘർഷമുണ്ടായ ശേഷം ആദ്യമായാണ് വിശദമായ ചർച്ച നടക്കാൻ പോകുന്നത്. ലേ അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിളിച്ച ചർച്ചയിൽ പങ്കെടുക്കും. സംഘർഷം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രശാന്ത് ഇതിന്റെ വിവരങ്ങളുമായും തുടരുന്നുണ്ട്. പ്രശാന്ത്, ഈ ജുഡീഷ്യൽ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലഡാക്കിലെ സമാധാനവുമായി ബന്ധപ്പെട്ട ഒരു മുൻകൈ എടുത്തിരിക്കുന്നത്. നേരത്തെ ഈ ലേ അപെക്സ് ബോഡിയും അതുപോലെ തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് ഒന്നും ഈ കേന്ദ്ര സർക്കാരിന്റെ സമവായ നീക്കങ്ങൾക്ക് വഴങ്ങിയിരുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാരാണ് ഈ സമാധാനം പുനഃസ്ഥാപിക്കാൻ മുൻകൈ എടുക്കേണ്ടത് എന്നുള്ള ഒരു ശ്രദ്ധേയമായ കാര്യം കൂടിയുണ്ട്. ആ രീതിയിലൊക്കെയുള്ള ഒരു സമവായ ചർച്ചകളായിരിക്കുമോ ഇന്ന് തുടക്കമാവുക? സെപ്റ്റംബർ 24-നാണ് ലഡാക്കിൽ സംഘർഷമുണ്ടാകുന്നത്. 4 പേർ മരിക്കുന്നു, 70-ലധികം പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം നിരവധിയായ ചർച്ചകളിലേക്ക് കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങിയിരുന്നു. പക്ഷേ ആ ചർച്ചകളോട് സഹകരിക്കാൻ ലേ അപെക്സ് ബോഡിയും അതുപോലെ തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും തയ്യാറായില്ല. മാത്രമല്ല അതിൽ പ്രധാനമായും അവർ ഉന്നയിച്ച ആവശ്യം എന്നത് ജുഡീഷ്യൽ അന്വേഷണമായിരുന്നു. അതിപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ ഉന്നയിച്ച ഒരു ആവശ്യം ബാക്കിയായി നിൽക്കുകയാണ്. അത് സോനം വാങ്ചുക്കിന്റെ മോചനമാണ്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുടെ തീരുമാനം എടുക്കേണ്ടത്. അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്, ജോധ്പൂർ ജയിലിലാണ് ഉള്ളത്. സ്വാഭാവികമായും അക്കാര്യത്തിൽ നിലപാട് കേന്ദ്ര സർക്കാർ എടുക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ നിരവധിയായ വിഷയങ്ങൾ അല്ലെങ്കിൽ കേസുകൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ കേസുകളുടെ കാര്യത്തിൽ ചില ഇടപെടലുകൾ നടത്താം എന്നതിനപ്പുറത്തേക്ക് അത് പൂർണ്ണമായും പിൻവലിക്കാൻ കഴിയില്ല. കാരണം മറ്റ് ചില വിദേശ സംഭാവന ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളടക്കം അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് പിൻവലിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. പക്ഷേ അതേസമയം തന്നെ 2 തവണ മാറ്റിവെച്ച ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കും. സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണം അതിന്റെ രീതിയിൽ VS ചൗഹാന്റെ നേതൃത്വത്തിൽ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം. അതുവരെ സമാധാന പാതയിലേക്ക് എത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തൊഴിൽ സംവരണം, ജോലി സംവരണവുമായി ബന്ധപ്പെട്ട നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ലേ അപെക്സ് ബോഡിയും കാർഗിൽ
ഡെമോക്രാറ്റിക് അലയൻസും എല്ലാം തന്നെ അവിടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും അത് സംഘർഷത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തത്. ഏതായാലും ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട്. ആ വിട്ടുവീഴ്ചകൾ നേരത്തെ സൂചിപ്പിച്ച തന്നെയാണ്. ഇനി സോനം വാങ്ചുക്കിന്റെ കാര്യത്തിൽ എന്ത് വിട്ടുവീഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഈ സംഘടനകളുടെ പ്രധാന ആവശ്യം തന്നെയാണ്. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ആ ചർച്ചകളിലേക്ക്, ഈ നടക്കുന്ന ചർച്ചകളിലേക്ക് അത് എത്തുമോ എന്നുള്ളതാണ്. ഈ ചർച്ചകളിൽ എന്തായാലും ഇവർ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പങ്കെടുക്കും. 8 പേരാണ് യോഗത്തിൽ ഈ സംഘടനകളെ പ്രതിനിധീകരിച്ച് ലഡാക്കിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുക. ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. അമ്പിളി, ശരി. ലഡാക്കിൽ കെ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ലഡാക്കിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അതിന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ പ്രശാന്ത്. കായികമേളയുടെ വിശേഷങ്ങൾ. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ട്രാക്ക് ഉണർന്നു. ആദ്യ ദിനം ഗെയിംസ് ഇനങ്ങളിലെ മത്സരങ്ങളും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മത്സരങ്ങളും നടക്കും. അത്ലറ്റിക് മത്സരങ്ങൾക്ക് നാളെയാണ് തുടക്കമാവുക. രജിത്താണ് കായികമേളയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രജിത്ത്, ഇന്ന് മുതലാണ് മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത്. 1.25 ലക്ഷത്തോളം മത്സരാർത്ഥികൾക്ക് മത്സരിക്കാൻ നിരവധി വേദികളാണ് ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായും ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കായികോത്സവമായിട്ടുള്ള മത്സരങ്ങൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. ഇന്നലെ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. എന്നാൽ ഇന്ന് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ അത്ലറ്റിക് മത്സരങ്ങളോടെയാണ് ട്രാക്ക് ഉണരുന്നത്. പ്രധാനമായും 1944 ഭിന്നശേഷി വിഭാഗത്തിലുള്ള 1944 കായിക താരങ്ങളാണ് ഇത്തവണ മേളയിൽ പങ്കെടുക്കുന്നത്. ഭിന്നശേഷി വിഭാഗത്തിലെ തന്നെ ബോക്സ് ബോൾ മത്സരങ്ങൾ ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫുട്ബോൾ മത്സരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. ക്രിക്കറ്റ് മത്സരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ പ്രധാനമായും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ അത്ലറ്റിക്സ് മത്സരങ്ങൾക്കാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ പ്രധാനമായും നടക്കുക. ഹാൻഡ്ബോൾ മത്സരം നടക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലാണ്. ബാഡ്മിന്റൺ മത്സരങ്ങൾക്ക് നടക്കുന്നത് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഇത്തരത്തിൽ വിവിധ വേദികളിലായാണ് വിദ്യാർത്ഥികളുടെ മത്സരങ്ങൾ നടക്കുന്നത്. ആദ്യ ദിനം ഭിന്നശേഷി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ മത്സരങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തുതന്നെയായാലും മേളയുടെ ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. അത് നീന്തൽ തന്നെയാണ്. അത് നീന്തൽ, ഒപ്പം തന്നെ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായിട്ടുള്ള ക്രിക്കറ്റ്, ഹോക്കി, തായ്ക്കൊണ്ട, ഷൂട്ടിംഗ്, കബഡി, ഖോ, ജൂഡോ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ തുടങ്ങിയ മത്സരങ്ങളാണ് ഇന്ന് പ്രധാനമായും നടക്കുന്നത്. എന്തുതന്നെയായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 25,000-ഓളം വിദ്യാർത്ഥികളാണ് ഈ കായിക ഒരാഴ്ചയായി ഇന്നു മുതൽ 28-ാം തീയതി വരെ നടക്കുന്ന മത്സരങ്ങളിൽ വിവിധ മത്സരങ്ങളിലായി പങ്കെടുക്കുന്നത്. അത് ലോകത്തിലെ തന്നെ രണ്ടാമതായാണ് ഇപ്പോൾ ഈ ഒളിമ്പിക്സ് മാതൃകയിൽ സംസ്ഥാനത്ത് ഒരു കായികോത്സവം സംഘടിപ്പിക്കുന്നത്. ആ രീതിയിൽ തന്നെ ഇന്ന് കായിക മത്സരങ്ങൾക്ക്, അത്ലറ്റിക്സ് വിഭാഗം മത്സരങ്ങൾക്കാണ് തുടക്കമാകുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൽ 8 മണിയോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 11ഓളം വേദികളായി എല്ലാ മത്സരങ്ങൾക്കും സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. 8 മണിയോടുകൂടി മത്സരങ്ങൾക്ക് തുടക്കമാവുകയും ചെയ്യും. ശരി. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ട്രാക്ക് ഉണർന്നു. രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ കുട്ടികൾക്കും അവരുടെ കഴിവുകളും പ്രകടനങ്ങളും ഒക്കെ കാഴ്ചവെക്കാനാണ് 11 വേദികളടക്കം സജ്ജീകരിച്ചുകൊണ്ടൊരു ഒളിമ്പിക്സ് മാതൃകയിൽ സംസ്ഥാനം കായികമേള നടത്തുന്നത് എന്ന പ്രത്യേകതയൊക്കെയുണ്ട്. 8 മണിയോടുകൂടി തന്നെ മത്സരങ്ങളൊക്കെ ആരംഭിക്കും. അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്. ഗോൾഡ് മെഡലുകൾ വാരിക്കൂട്ടുന്ന കായികമേളയിൽ പങ്കെടുക്കാൻ താരമെത്തിയത് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ ദേഹത്തണിഞ്ഞ്. റോൾഡ് ഗോൾഡ് അല്ല, തനി തങ്കം. വയനാട്ടിൽ നടക്കുന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കാനെത്തിയ മലയാളിയും ഷിമോഗയിൽ സ്ഥിരതാമസക്കാരനുമായ റെജിമോനാണ് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് മീറ്റിൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഹർഡിൽസ്, ഹൈജംപ് മത്സരങ്ങളിൽ പങ്കെടുക്കാനെത്തിയ റെജിമോൻ ദേശീയ മാസ്റ്റേഴ്സ് മീറ്റുകളിൽ നിരവധി മെഡലുകൾ നേടിയിട്ടുണ്ട്. സ്വർണത്തിന് പൊന്നും വിലയുള്ള കാലത്താണ് 2.5 കിലോ സ്വർണവും അണിഞ്ഞ് റെജിമോൻ വയനാട്ടിലെത്തിയത്. 30 വർഷമായി ദേശീയ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ നിറസാന്നിധ്യമാണ് റെജിമോൻ. സ്വർണത്തോട് ഭ്രമമുള്ള റെജിമോൻ പങ്കെടുക്കുന്ന മത്സരങ്ങളിലും സ്വർണം തൂക്കും. സ്വർണ്ണാഭരണങ്ങൾ ഊരിവെച്ച് പരിശീലനം നടത്തുന്ന റെജിമോനോട് ആഭരണങ്ങൾ അണിയോമോ എന്ന് ചോദിക്കേണ്ട താമസം. യാതൊരു മടിയും കൂടാതെ ജ്വല്ലറിയിലെ ഡിസ്പ്ലേ എന്ന് തോന്നിക്കും വിധം ഒരു നിൽപ്പങ്ങ് നിന്നു. ഈ ഭ്രമത്തെക്കുറിച്ച് റെജിമോൻ തന്നെ പറയും. 2010 യോയോ ഹണി സിംഗിനെ ഞാൻ മുംബൈയിൽ കണ്ട്.
ഒരു വാച്ചിൻ്റെ കൂടെ 2 വളയോ 5 മോതിരം ഇട്ടിനായിരുന്നു. അത് കണ്ട് ഞാൻ ഇൻസ്പയർ ആയതാണ്. അതുപോലെ ഇടണമെന്ന് തോന്നി 5 മോതിരം ഒരു വള ഇട്ട് നടന്ന് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതങ്ങനെ ഹോബിയായി മാറി. ഇപ്പോൾ ഇതില്ലാണ്ട് എനിക്ക് പുറത്ത് വരാനേ മനസ്സാവില്ല. രണ്ടാമത് ഇതില്ലെങ്കിൽ എന്നെ തന്നെ എനിക്ക് കാണുമ്പോൾ ഒരു രസം തോന്നില്ല. ഇപ്പോൾ 2.5 കിലോൻ്റെ മേലുണ്ട്. എൻ്റെ സ്ട്രെങ്ത് ഞാൻ പറയുന്നത് ഒറ്റക്ക നടക്കുക. ഞാൻ പറയുന്നത് എത്ര നിങ്ങൾ പേടിക്കുമോ അതുവരെ പേടിപ്പിക്കാൻ ആൾക്കാർ പിന്നാലെ ഉണ്ടാവും. അതാണ് എൻ്റെ മെസ്സേജ് സൊസൈറ്റിക്ക്. പേടിച്ചിട്ടില്ലെങ്കിൽ ആരും പേടിപ്പിക്കില്ല. അത് എൻ്റെ ഒരു ഇതാണ്. അത് എന്നെ ഡിബേറ്റ് ചെയ്യുന്നതല്ല. ചിലപ്പോൾ ശരിയായിരിക്കും, തെറ്റായിരിക്കും. ബട്ട് എനിക്ക് ധൈര്യം എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തിൻ്റെ ഒരു ആശീർവാദമാണ്. കണ്ണൂർ സ്വദേശിയായ റിജുമോൻ കുടുംബസമേതം കർണാടകയിലെ ഷിമോഗയിലാണ് താമസം. 2010 TV ഷോ കണ്ടപ്പോൾ തോന്നിയ ആഗ്രഹമാണ് ശരീരം നിറയെ സ്വർണം ധരിക്കണമെന്നത്. ഒരു തരി പൊന്നിനായി കവർച്ച നടക്കുന്ന കാലത്ത് റിജിമോൻ ഇതുവരെ അത്തരമൊരു അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം ആയോധന കലകളൊക്കെ വശത്താക്കിയിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായതിനാൽ ഇനി 5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കൂടി ധരിച്ചു നടക്കണമെന്നാണ് ആഗ്രഹം. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്. കോഴിക്കോട് കട്ടിപ്പാറയിൽ കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറിക്ക് തീയിട്ട സംഭവത്തിന് പിന്നാലെ ഇന്ന് താമരശ്ശേരിയിൽ ജനകീയ ഹർത്താലാണ്. ഓമശ്ശേരി, അതുപോലെ തന്നെ കോടഞ്ചേരി, താമരശ്ശേരി പഞ്ചായത്തുകളിലാണ് ഹർത്താൽ. സംഘർഷത്തിന് പിന്നിൽ പോലീസാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അതേസമയം ആസൂത്രിത അക്രമം എന്നാണ് DIG യതീഷ് ചന്ദ്ര പ്രതികരിച്ചത്. വിവരങ്ങളുമായി ലക്ഷ്മിപ്രിയ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ലക്ഷ്മി, വലിയ സംഘർഷത്തിനും പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു. പോലീസും നാട്ടുകാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ പ്രതിഷേധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ജനകീയ ഹർത്താൽ? അമ്പിളി, കഴിഞ്ഞ ദിവസം നടന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് താമരശ്ശേരിയിൽ നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും എല്ലാവർക്കും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇവരിപ്പോൾ പല ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുകയാണ്. ഏതായാലും ഈ സംഭവത്തിന് പിന്നാലെ തന്നെയാണ് ഈ ഒരു 3 പഞ്ചായത്തുകളിലായിട്ട്, അതായത് ഓമശ്ശേരി, കോടഞ്ചേരി, താമരശ്ശേരി പഞ്ചായത്തുകളിലായിട്ട് ഇപ്പോൾ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സംഭവം, അതായത് കൂടുതൽ നാട്ടുകാർക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു ഹർത്താൽ എന്നുള്ള ഒരു ആഹ്വാനത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സമാധാനപരമായിട്ടുള്ള ഒരു ഹർത്താലാണ് നടക്കുന്നത്. ഇപ്പോൾ 6 മണിയോടുകൂടി ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരം 6 മണി വരെയാണ് ഈ ഒരു ഹർത്താൽ നടക്കുക. ഏതായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ വലിയ രീതിയിൽ നാട്ടുകാരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അവർ പ്രധാനമായും ഉന്നയിക്കും, നമ്മൾ വർഷങ്ങളേറെയായി അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്, പരാതി നൽകുന്നുണ്ട്, ഇതിനെതിരെ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല, ലൈസൻസ് പോലും ഇല്ലാതെയാണ് ആ ഫാക്ടറി അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളടക്കം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുന്നുണ്ട്. സമാധാനപരമായിട്ടുള്ള ഒരു സമരം അത് പ്രതിഷേധത്തിലേക്ക് കടക്കാൻ കാരണം പോലീസുകാരാണെന്നടക്കമുള്ള കാര്യങ്ങളാണ് നാട്ടുകാരും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇന്നലെ ആരോപിച്ചിരുന്നത്. ഏതായാലും യതീഷ് ചന്ദ്ര DIG ഇന്നലെ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അവർ പ്രധാനമായും പറയുന്നത് ഈ ഒരു സംഘർഷത്തിന് പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമുണ്ട്, വലിയ രീതിയിലുള്ള, അതായത് ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഫാക്ടറിക്ക് അടക്കം തീയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ ഒരു ഫാക്ടറിക്ക് തീയിടുന്ന സമയത്ത് ഈ ഒരു ഫാക്ടറിക്കുള്ളിൽ 25-ലധികം ജീവനക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു തീയിട്ട സംഭവത്തിൽ 16 ഒരു 20-ന് ഉള്ളിൽ വാഹനങ്ങൾ അവിടെ കത്തി അമർന്നിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങളടക്കം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഫയർഫോഴ്സ് അടക്കം അങ്ങോട്ട് എത്തേണ്ടതായിരുന്നു. എന്നാൽ നാട്ടുകാർ ആ ഒരു ഫയർഫോഴ്സിനെ തടഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങൾ DIG ഇന്നലെ ഉന്നയിക്കുകയുണ്ടായി. ഏതായാലും ഈ ഒരു സംഭവത്തിൽ പിന്നിൽ ആരാണെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഏതായാലും പോലീസ് എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ അതിൻ്റെ കൂടുതൽ നടപടികൾ ഇന്ന് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അമ്പിളി, കോഴിക്കോട് കട്ടിപ്പാറയിൽ കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറിക്ക് തീയിട്ട സംഭവത്തിന് പിന്നാലെ ഇന്ന് താമരശ്ശേരിയിൽ ജനകീയ ഹർത്താലാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലക്ഷ്മിപ്രിയ. വൈറ്റ് ഹൌസിൽ ദീപാവലി ആഘോഷിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദീപം തെളിയിച്ച് ട്രംപ് ഔദ്യോഗികമായി ദീപാവലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. FBI ഡയറക്ടർ കാഷ് പട്ടേൽ, ODNI ഡയറക്ടർ തുളസി ഗബാർഡ്, വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി കുഷ് ദേശായി, US-ലെ ഇന്ത്യൻ അംബാസഡർ വിനയ് മോഹൻ കോത്ര, ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോർ എന്നിവരുൾപ്പെടെ ഒട്ടേറെ മുതിർന്ന ഉദ്യോഗസ്ഥർ ആഘോഷത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ ജനങ്ങൾക്കും US-ലുള്ള ഇന്ത്യക്കാർക്കും ട്രംപ് ദീപാവലി ആശംസകൾ നേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഗ്രേറ്റ് ഫ്രണ്ട് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. മോദിയുമായി ഫോണിൽ സംസാരിച്ചതിനെക്കുറിച്ചും ട്രംപ് പരാമർശിച്ചു. പാകിസ്ഥാനുമായും ഇന്ത്യയുമായും തങ്ങൾക്ക് യുദ്ധമില്ലെന്നും ട്രംപ് പറഞ്ഞു. അജ്ഞതയ്ക്കുമേൽ അറിവിന്റെയും തിന്മയ്ക്കുമേൽ നന്മയുടെയും വിജയമായാണ് ദീപാവലി ആഘോഷിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു.
റഷ്യൻ എണ്ണ വാങ്ങുന്നത് പരിമിതപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ദിവസം മോദിയുമായി ഫോണിൽ നിരവധി കാര്യങ്ങൾ സംസാരിച്ചെന്നും വ്യാപാരത്തെക്കുറിച്ചാണ് കൂടുതൽ സമയം ചർച്ച നടത്തിയതെന്നും ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൌസിലെ ദീപാവലി ആഘോഷത്തോടനുബന്ധിച്ചായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കണമെന്ന് തന്നെ പോലെ മോദിയും ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച റദ്ദാക്കി. യുക്രൈൻ വിഷയത്തിൽ ഇരു നേതാക്കളും ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ ഉടൻ ചർച്ച നടത്തുമെന്ന് കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൌസ് പ്രഖ്യാപിച്ചിരുന്നു. കൂടിക്കാഴ്ച റദ്ദാക്കിയതിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് കൂടിക്കാഴ്ച റദ്ദാക്കാൻ തീരുമാനിച്ചത്. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപി ദത്തെടുത്തൊരു പഞ്ചായത്തുണ്ട് തൃശൂരിൽ. BJP ഭരിക്കുന്ന തൃശൂരിലെ ഏക പഞ്ചായത്ത് അതാണ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ 10 വർഷമായി BJP അധികാരത്തിലിരിക്കുന്ന പഞ്ചായത്ത് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷ കക്ഷികൾ. ഭരണ തുടർച്ചയാണ് BJPയുടെ പ്രതീക്ഷ. കാണാം അവണിശ്ശേരിയുടെ രാഷ്ട്രീയം. 10 വർഷത്തെ BJP ഭരണം. പറയാനുള്ളത് നിരവധി വികസന പ്രവർത്തനങ്ങൾ. മാലിന്യ സംസ്കരണം, ആരോഗ്യമേഖല, ഗതാഗത മേഖല, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല, കായിക മേഖല തുടങ്ങി MPയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള പഞ്ചായത്തിലെ സമഗ്ര വികസനം. 2015 ശേഷം അഴിമതിയും സ്വജനപക്ഷപാതവും ഇല്ലാത്ത ഭരണം ജനങ്ങൾ ആഗ്രഹിച്ചുവെന്നും 10 വർഷത്തെ ഭരണത്തെ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചുവെന്നും ഭരണ തുടർച്ച ലക്ഷ്യവും ആത്മവിശ്വാസവുമാണെന്നും BJP പറയുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് സമഗ്രമായ മാറ്റം അവണിശ്ശേരിയിൽ കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു. 50 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് മെറ്റീരിയൽ കളക്ഷൻ സെൻറ്റർ നിർമ്മാണം പൂർത്തിയാവുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഗ്രാൻഡ് ഉപയോഗിച്ച് പുതിയ ലാബ് സൗകര്യം നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. 1 കോടിയിൽ പരം രൂപ ചെലവഴിച്ച് 5 പൊതുകുളങ്ങൾ പഞ്ചായത്തിൽ നവീകരണം പൂർത്തിയായിരിക്കുന്നു. കൂടാതെ സുരേഷ് ഗോപി MPയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പുതിയ അങ്കണവാടി പകൽ വീട് കെട്ടിടം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. 14 വാർഡുകൾ ഉൾക്കൊള്ളുന്ന ചെറിയ ഗ്രാമപഞ്ചായത്താണെങ്കിലും അവണിശ്ശേരിയിലെ രാഷ്ട്രീയം എന്നും വ്യത്യസ്തത പുലർത്തിയിരുന്നു. BJPയുടെ വികസന പ്രവർത്തന അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് പ്രതിപക്ഷം. കേന്ദ്രത്തിൽ BJP ഭരിച്ചിട്ടും പഞ്ചായത്ത് സുരേഷ് ഗോപി ദത്തെടുത്തിട്ടും വേണ്ട രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ലഭിച്ചില്ലെന്നാണ് കോൺഗ്രസിന്റെ പരാതി. കേന്ദ്രത്തിൽ ഭരണമുള്ളപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒരു ചെറുവിരൽ പോലും അതിന് അനക്കാൻ വേണ്ടി തയ്യാറായില്ല. ഈ പഞ്ചായത്തിന് മുമ്പിൽ കാണുന്ന ബിൽഡിങ്ങിൽ 8 തെരുവ് നായകൾ ഉണ്ട്. ഈ പഞ്ചായത്ത് ഇപ്പോഴും കാണുന്നതിന് മുമ്പിൽ തെരുവ് നായകൾ അങ്ങനെ നടക്കും. ആ തെരുവ് നായനെ നിയന്ത്രിക്കാനോ വന്ധീകരണം നടത്താനോ അതിനൊരു ഷെൽട്ടർ സ്ഥാപിക്കാനോ ഇതുവരയ്ക്കും ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അവണിശ്ശേരിയിലെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഇടതുമുന്നണിയുടെ കാഴ്ചപ്പാടും വ്യത്യസ്തമല്ല. നിരവധി വലിയ വികസന പ്രവർത്തനങ്ങളുടെ സാധ്യതയുണ്ടായിട്ടും ഉപയോഗപ്പെടുത്തിയില്ലെന്നാണ് CPM പറയുന്നത്. വളരെ പ്രതീക്ഷയോടെ ജനങ്ങൾ ഉറ്റുനോക്കിയ അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന വ്യക്തി എന്തെങ്കിലുമൊക്കെ ഈ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിനകത്തേക്ക് കൊണ്ടുവരുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ ജനങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒട്ടേറെ പദ്ധതികൾ ഈ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എങ്കിൽ പോലും ഒരു വലിയ പദ്ധതി ഇവിടേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അവണിശ്ശേരിയുടെ വികസന പ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിന്നത് ഇടതുപക്ഷമാണെന്ന CPIയും പറയുന്നു. അവണിശ്ശേരിയുടെ വികസനത്തിൽ ഏത് കാലത്തും ഇടതുപക്ഷത്തിനാണ് മുന്നിലെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ LDF അവണിശ്ശേരി പഞ്ചായത്ത് വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഭരിക്കും. അതിനുള്ള സാഹചര്യമാണ് നമ്മുടെ അവണിശ്ശേരിക്കകത്തുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലും BJP പ്രതീക്ഷയോടെ കാണുന്ന പഞ്ചായത്താണ് അവണിശ്ശേരി. തങ്ങൾക്ക് ആകെയുള്ള പഞ്ചായത്ത് നിലനിർത്താൻ BJPയും വർഷങ്ങളായുള്ള അധികാരം പിടിച്ചെടുക്കാൻ കോൺഗ്രസും ഇടതുപക്ഷവും അവണിശ്ശേരിയിൽ രംഗത്തിറങ്ങുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് അവണിശ്ശേരി പഞ്ചായത്ത്. കഴിഞ്ഞ 10 വർഷമായി തുടർന്ന ഭരണം അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. മറ്റ് കക്ഷികളെ സംബന്ധിച്ച ഈ ഭരണം എങ്ങനെയും പിടിച്ചടക്കുക എന്നതും. തൃശ്ശൂരിൽ നിന്നും A അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് 2020 പാർട്ടി 90% സ്ത്രീ സംവരണം ഉറപ്പാക്കിയാണ് പാർട്ടി സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നത്. ആകെ 25 സ്ഥാനാർത്ഥികളെയാണ് 2020 പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് 2020. കിഴക്കമ്പലം പഞ്ചായത്തിൽ 3 മുന്നണികൾക്കുമെതിരെ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ച പാർട്ടിയാണ് 2020. കിഴക്കമ്പലം പഞ്ചായത്ത് പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലെ 21 വാർഡുകൾ, വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ 3 ഡിവിഷനുകൾ, എറണാകുളം ജില്ലാ പഞ്ചായത്ത് വെങ്ങോല ഡിവിഷനിലടക്കം 25 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 90% സ്ത്രീ സംവരണം ഉറപ്പാക്കിയാണ് സ്ഥാനാർത്ഥി നിർണയം. ആദ്യമായാണ് ഇത്രയധികം വനിതാ പങ്കാളിത്തം ഒരു രാഷ്ട്രീയ പാർട്ടി ഉറപ്പാക്കുന്നതെന്ന് പാർട്ടി അധ്യക്ഷൻ സാബു എം ജേക്കബ് പറഞ്ഞു. മാത്രമല്ല, 1ാം ഘട്ട പ്രചരണം 2020 പൂർത്തിയാക്കി കഴിഞ്ഞു. മാങ്ങയാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. അമൃത ന്യൂസ്, കൊച്ചി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രചാരണം ആരംഭിച്ച് കോൺഗ്രസിന്റെ മുൻ കൗൺസിലർ, മൂവാറ്റുപുഴ നഗരസഭയിലെ മുൻ കൗൺസിലറായി KS ജയകൃഷ്ണൻ നായരാണ് പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ച് വാർഡിൽ വീട് സന്ദർശനം ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭയിലെ 22ാം വാർഡായ മാറാടി UP സ്കൂൾ വാർഡിലാണ് ജയകൃഷ്ണൻ പ്രചാരണം തുടങ്ങിയത്. നഗരസഭയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സ്വതന്ത്രനായി തുടരുന്നതാണ് നല്ലതെന്ന തീരുമാനമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നിലെന്ന് KS ജയകൃഷ്ണൻ നായർ പറഞ്ഞു. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ഭരണസമിതിയിൽ അംഗമായിരുന്നു KS ജയകൃഷ്ണൻ. തന്റെ വാർഡായ 22ാം വാർഡ് കഴിഞ്ഞ തവണ വനിതാ സംവരണമായതോടെ മത്സരിച്ചിരുന്നില്ല. എന്നാൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ അന്ന് മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ നറുക്കെടുപ്പിൽ വാർഡ് ജനറലായെങ്കിലും വീണ്ടും അതേ സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കാൻ പാർട്ടി ധാരണയിലെത്തിയതിൽ പ്രതിഷേധിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ KS ജയകൃഷ്ണൻ രംഗത്തെത്തിയത്. 40 വർഷം കോൺഗ്രസ് പ്രവർത്തകനും 2 തവണ കൗൺസിലറുമായ തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കുവാൻ ശ്രമിച്ചുവെന്നാണ് ജയകൃഷ്ണൻ കോൺഗ്രസിനെതിരെ ഉയർത്തുന്ന ഗുരുതര ആരോപണം. സത്യസന്ധമായി പ്രവർത്തിക്കുവാനും നഗരസഭയിൽ സ്വതന്ത്രമായി നിലനിൽക്കുവാനുമാണ് ആഗ്രഹിക്കുന്നതെന്നും ജയകൃഷ്ണൻ പറഞ്ഞു. പല ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ, നഗരസഭയിലെ വികസനങ്ങൾ എല്ലാം നോക്കുമ്പോൾ നമ്മളൊരു കക്ഷിയുടെ പാർട്ടിയായിട്ട് എടുക്കുമ്പോൾ അവിടെ നേതാക്കന്മാർ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ണടയ്ക്കേണ്ട വരും. നമ്മളെന്തെങ്കിലും അതിന് പരാതി പറഞ്ഞാൽ അതിനെതിരെ നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമ്മളതിന് പറ്റില്ല എന്ന് പറയുന്നു. നല്ലത് പറയുമ്പോൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അതിനെല്ലാം വർഗീയമായി ചിത്രീകരിച്ച് പ്രത്യേകിച്ച് ഹിന്ദുക്കളെ, ഇപ്പോൾ മൂവാറ്റുപുഴ എടുത്തു കഴിഞ്ഞാൽ അറിയാം, ഹിന്ദുക്കൾ നേതാക്കന്മാർ കോൺഗ്രസ്സിൽ എത്ര പേരുണ്ടെന്ന് ഒരു കയ്യിലെ വിരലിൽ എണ്ണാവുന്ന നേതാക്കന്മാരില്ല. അവരെല്ലാം ഒരേ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുക പാർട്ടിയിൽ നിന്ന്. ആ രീതിയിൽ ഒഴിവാക്കുന്നത് അത് എൻ്റെ ഭാഗമാണ്, നമ്മളെയൊക്കെ ഒഴിവാക്കുക എന്നുള്ളൊരു ഭാഗം. പക്ഷേ ഞാനങ്ങനെ തോറ്റുപോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞാനെന്നും ജനങ്ങളോടൊപ്പം ഉള്ള ഒരാളാണ്. അതിന് ഇനിയും ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നാമജപയാത്രയിൽ KS ജയകൃഷ്ണൻ പങ്കെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ജയകൃഷ്ണനിൽ നിന്ന് വിശദീകരണവും ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് പാർട്ടിയും ജയകൃഷ്ണൻ നായരും തമ്മിലുള്ള ബന്ധം വഷളായത്. സ്വർണ്ണമോഷണ വിവാദവുമായി ബന്ധപ്പെട്ട് ഇത്തവണ കോൺഗ്രസ് സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ യാത്രയിലും മറ്റ് സമരങ്ങളിലും ജയകൃഷ്ണൻ പങ്കെടുത്തതുമില്ല. നഗരസഭയിൽ ഡ്രീം പാർക്കിനോട് ചേർന്ന് നിർമ്മിക്കുന്ന വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രത്തിനെതിരെ ജയകൃഷ്ണൻ പരാതിയും നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വം ജയകൃഷ്ണനെ അവഗണിച്ചത്. മറ്റു ചില പാർട്ടികളും സ്ഥാനാർത്ഥിയാക്കാൻ തയ്യാറാണെന്നറിയിച്ച് ജയകൃഷ്ണനെ സമീപിച്ചെങ്കിലും തൽക്കാലം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്താനാണ് ജയകൃഷ്ണന്റെ തീരുമാനം. വാർഡിൽ ഫ്ലെക്സുകൾ സ്ഥാപിച്ചും വീടുകൾ കയറി വോട്ടഭ്യർത്ഥിച്ചും KS ജയകൃഷ്ണൻ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ്. ഓരോ മേഖലകളിലും തിളങ്ങി നിൽക്കുന്നവരെ കാണുമ്പോൾ അവർ എങ്ങനെയാണ് ആ നിലയിൽ എത്തിച്ചേർന്നതെന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിക്കാറില്ലേ? നമുക്കും അവരെ പോലെയാകാൻ കഴിയുമോ എന്നും ചിന്തിക്കാറുണ്ട്. എങ്ങനെ ജീനിയസ് ആകാം? ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെന്റിലൂടെ പ്രശസ്ത ക്രിക്കറ്റ് കമന്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമായ ശ്രീദത്ത് S. പിള്ള പറഞ്ഞു തരും. പാബ്ലോ പിക്കാസോ, ലോക പ്രശസ്തനായ ചിത്രകാരൻ പിക്കാസോ ഒരിക്കൽ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പം ആ റോഡിൻ്റെ എതിർവശത്തു നിന്നും ഒരു സ്ത്രീ ഓടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആ സ്ത്രീ അവിടെ നടന്നു പോയപ്പോൾ പരിചയമുള്ളൊരു മുഖം കണ്ടു. ഒന്നുകൂടെ നോക്കിയപ്പം പിക്കാസോ ആണ്. ഈ സ്ത്രീ പിക്കാസോയുടെ വളരെ വലിയൊരു ആരാധികയാണ്. ഷി വാസ് എ ബിഗ് ഫാൻ. ക്രോസ് ചെയ്തിട്ട് ഭയങ്കര അമ്പരപ്പോടു കൂടിയും
സന്തോഷത്തോടു കൂടിയും സെൻസ് ഓഫ് എക്സൈറ്റ്മെൻറ്റ്. നമ്മളിപ്പം എയർപോർട്ടിലോ അല്ലെ എവിടെയെങ്കിലും വെച്ചൊരു നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമുണ്ടല്ലോ. അപ്പോൾ അത് എല്ലാം ആ സ്ത്രീയുടെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ പിക്കാസോ നല്ലൊരു മൂഡിലായിരുന്നു. പിക്കാസോ പറഞ്ഞു, റിലാക്സ്, നമുക്ക് സംസാരിക്കാം. അവർ സംസാരിച്ചു. കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ലേഡി പറഞ്ഞു, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്കെന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണം ആസ് എ ടോക്കൺ. അതായത് നമ്മൾ കണ്ടു എന്നുള്ളതിന് എനിക്ക് എന്നും സൂക്ഷിക്കാനുള്ള എന്തെങ്കിലും തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിക്കാസോ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ കർച്ചീഫ് ഉണ്ടോ, ഹാൻഡ് കർച്ചീഫ് ഉണ്ടോ? അവൻ അവർ പറഞ്ഞു, ഒരു വെളുത്ത ഹാൻഡ് കർച്ചീഫ് ഉണ്ടോ? ഹി സെഡ് പെർഫെക്റ്റ്, അത് നിങ്ങൾ എടുക്കൂ. അപ്പോൾ ഈ ലേഡി ഹാൻഡ് കർച്ചീഫ് കൊടുത്തു. പിക്കാസോയുടെ പെൻ പുറത്തേക്ക് വന്നു. പെട്ടെന്ന് അദ്ദേഹം അതിൽ ഒരു ചിത്രം വരച്ചു. 30 സെക്കൻഡ്സ് 30 സെക്കൻഡിൽ വരച്ചിട്ട് തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുക്കുമ്പം പിക്കാസോ പറഞ്ഞു, ഇതിൻ്റെ മൂല്യം, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് $1 million. ഇറ്റ്സ് ഗോണ ഫെച്ച് യു $1 million ഇഫ് യു സെൽ ഇറ്റ്. ഇത് വിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് $1 million കിട്ടും. അപ്പോൾ ലേഡിയുടെ മുഖത്തൊരു വല്ലാത്തൊരു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വി സേ ക്വിസിക്കൽ ലുക്ക്, അങ്ങനെ ഒരു സ്ലൈറ്റ്ലി ഐബ്രോസ് റേസ് ചെയ്തിട്ട്. പക്ഷേ പിക്കാസോ ആണ്, അപ്പം എതിർത്തൊന്നും ചോദിക്കാനും പറ്റില്ല. പക്ഷേ വളരെ ഷീപ്പിഷായിട്ട് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഈ സ്ത്രീ ചോദിച്ചു, പിക്കാസോ നിങ്ങൾ പറയുന്നത് ഇതിന് $1 million ഉണ്ടെന്ന്, പക്ഷേ നിങ്ങൾ 30 സെക്കൻഡ് പോലും എടുത്തില്ല, 30 സെക്കൻഡിലാണ് ഇത് വരച്ചത്. സോ ഹൗ ക്യാൻ ഇറ്റ് ബി $1 million? അപ്പോൾ അതിന് മറുപടിയായിട്ട് ചിരിച്ചുകൊണ്ട് പിക്കാസോ പറഞ്ഞു, ഡിയർ ലേഡി, ഇറ്റ് ടുക്ക് മീ 30 long years ടു ഡ്രോ ദിസ് ഇൻ 30 seconds. അതായത് 30 നീണ്ട വർഷക്കാലം എടുത്തു എനിക്കിത് 30 സെക്കൻഡിൽ വരയ്ക്കാൻ. സംഗതി പിടി കിട്ടിയില്ലേ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന്? അതുതന്നെയാണ് NR നാരായണമൂർത്തി, ഇൻഫോസിസിൻ്റെ ഫൗണ്ടർ, പറഞ്ഞത്. ഇറ്റ് ടുക്ക് മീ 24 years ടു ബിക്കം ആൻ ഓവർനൈറ്റ് വണ്ടർ. ഈ ഓവർനൈറ്റ് വണ്ടർ എന്ന് നമ്മൾ പറയാറില്ലേ, ഒന്ന് ഇരുട്ടി അടച്ചപ്പോഴത്തേനും ഫേമസ് ആയി എന്ന് പറയുന്ന ആൾക്കാർ. അങ്ങനെ ഫേമസ് ആവാൻ അദ്ദേഹത്തിന് 25 വർഷം എടുത്തു. ഇൻഫോസിസ് സെറ്റപ്പ് ചെയ്യാൻ 25 വർഷം എടുത്തു. നാദിയ കോമനേച്ചി, ഈ പേര് സ്പോർട്സ് പ്രേമികൾ കേട്ടിട്ടുണ്ടാവും. 1976 മോൺട്രിയൽ ഒളിമ്പിക്സിൽ ചരിത്രത്തിൽ ആദ്യമായി ജിംനാസ്റ്റിക്സിൽ 10ൽ 10 പെർഫെക്റ്റ് 10 നമ്മൾ പറയും, 10ൽ 10 നേടിയ നാദിയ കോമനേച്ചി അന്നത്തെ റൊമാനിയയിലെ താരമായിരുന്നു. 14ാമത്തെ വയസ്സിലാണ് പെർഫെക്റ്റ് 10 നേടിയത്. കഥ എന്താണെന്ന് ചോദിച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ കുട്ടി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 16 മണിക്കൂറാണ് ഒരു ദിവസം ട്രെയിനിങ്, ഒരു ദിവസം പോലും മുടങ്ങാതെ. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? അതായത് ഒരു ദിവസവും മുടങ്ങാതെ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു ലെവലിൽ പെർഫോം ചെയ്യാൻ, അതെന്തും ആയിക്കോട്ടെ, നിങ്ങളൊരു ടീച്ചറായിരിക്കാം, ഒരു ഡെൻറ്റിസ്റ്റ് ആയിരിക്കാം, നിങ്ങളൊരു കാർപ്പൻറ്റർ ആയിരിക്കാം, ഒരു ഡ്രൈവർ ആയിരിക്കാം, ഒരു പൈലറ്റ് ആയിരിക്കാം, ജേർണലിസ്റ്റ് ആയിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, എന്തും ആവട്ടെ, നിങ്ങളുടെ ട്രേഡിൽ നിങ്ങൾ ഇഫ് യു ആർ പുട്ടിങ് ഇൻ ദാറ്റ് എഫേർട്ട് എവറി സിംഗിൾ ഡേ, എല്ലാ ദിവസവും നമ്മുടെ സ്കിൽസ് ഷാർപ്പൻ ചെയ്യാനായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടെങ്കിൽ, എല്ലാ ദിവസവും നമുക്ക് അതിനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുകയാണെങ്കിൽ, ജീനിയസ് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജീനിയസ് ഈസ് 1% ഇൻസ്പിറേഷൻ ആൻഡ് 99% പെർസ്പിറേഷൻ. പെർസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ സ്വെറ്റ്, വിയർപ്പ്. നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, we can also become geniuses in our own fields, in our own worlds. നമുക്ക് നമ്മുടേതായ ലോകത്ത് ജീനിയസ് ആകാൻ നമുക്കും പറ്റും. നാളെ കാണാം. താങ്ക് യു വെരി മച്ച്. സനാതനധർമ്മത്തിന്റെ ഒരുമയ്ക്ക് രാഷ്ട്രീയം മറന്ന് ഹൈന്ദവർ ഒറ്റക്കെട്ടാകണമെന്ന് മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി മഹാരാജ് പറഞ്ഞു. മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ധർമ്മസന്ദേശ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ ധർമ്മസന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. പ്രൗഢഗംഭീരമായ സമാപന ചടങ്ങിൽ ധർമ്മസന്ദേശ യാത്രയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായ സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശം വായിച്ചു. ഹൈന്ദവ സമൂഹത്തെ കേരളത്തനിമയിലേക്ക് തിരികെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സന്യാസ സംഘമായ മാർഗദർശക മണ്ഡലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി 14 ദിവസമായി നടന്ന ധർമ്മ സന്ദേശയാത്രയ്ക്കാണ്
തിരുവനന്തപുരത്ത് സമാപനമായത്. സമാപന സമ്മേളനത്തിന്റെ മുന്നോടിയായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനടയിൽ നടന്ന സ്വീകരണത്തിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി തിരിതെളിയിച്ചു. തുടർന്ന് ചെണ്ടമേളത്തിന്റെയും മുത്തുക്കുടയുടെയും അകമ്പടിയോടെയാണ് സന്യാസി ശ്രേഷ്ഠരെ സമാപന വേദിയിലേക്ക് ആനയിച്ചത്. സമാപന സമ്മേളനത്തിൽ സംസ്ഥാനത്തെ വിവിധ സന്യാസി സമൂഹത്തിലെ മഠാധിപതികൾ ചേർന്ന് നിലവിളക്ക് കൊളുത്തി. ധർമ്മ സന്ദേശയാത്രയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശം സ്വാമി വേദ അമൃതാനന്ദപുരി വേദിയിൽ വായിച്ചു. സന്ദേശയാത്ര ഹൈന്ദവ സമൂഹത്തിന് പുതിയ ഊർജവും ഉണർവും പകർന്നതായും കാലത്തിന്റെ ആവശ്യം മനസ്സിലാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ സന്യാസ സമൂഹം തയ്യാറാകണമെന്നും അമ്മ ആഹ്വാനം ചെയ്തു. ധർമ്മസന്ദേശയാത്ര കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പുതിയ ഉണർവും ഊർജവും പകർന്നു നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇതോടെ നമ്മുടെ കർത്തവ്യം അവസാനിച്ചെന്ന് ധരിക്കരുത്. ഒരു വിട്ടുപാകൽ മാത്രമേ നടന്നിട്ടുള്ളൂ. വെള്ളവും വളവും നൽകി പരിപാലിക്കുക എന്ന ധർമ്മം ശേഷിക്കുന്നു. ഇനിയത് കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയുമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മം പൂർണ്ണ ഹൃദയത്തോടെ, സമർപ്പണ ബോധത്തോടെ, നിസ്വാർത്ഥതയോടെ ചെയ്യണം. ആശ്രമത്തിൽ ഒതുങ്ങിക്കൂടി ശാസ്ത്ര പഠനവും ധ്യാനവും ജപവും ചെയ്യുക എന്നത് മാത്രമല്ല സന്യാസിമാരുടെ ധർമ്മം. ഹൈന്ദവരെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ബോധവാന്മാർ ആക്കുന്നതോടൊപ്പം ആചാരാനുഷ്ഠാന പദ്ധതികളിൽ കാലോചിതമായ മാറ്റമുണ്ടാകണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റി പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. രാഷ്ട്രീയം മറന്ന് മതത്തിനു വേണ്ടി ഒന്നാവാൻ ഹൈന്ദവർ തയ്യാറാകണമെന്ന് ധർമ്മ സന്ദേശം നൽകിയ മാർഗദർശക മണ്ഡലം അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി മഹാരാജ് ആവശ്യപ്പെട്ടു. എല്ലാത്തിനും വഴിയുണ്ട് എന്ന സർക്കാർ സന്ദേശം ഉൾക്കൊള്ളാൻ ഹൈന്ദവ സമൂഹം തയ്യാറായാൽ ചെമ്പ് സ്വർണമാകില്ലെന്നും സ്വർണം ചെമ്പാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 5 ദേവസ്വം ബോർഡുകളിലെ ഓഡിറ്റിംഗ് നടക്കാത്തിടത്തോളം കാലം ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും കാണിക്കയിടില്ല എന്ന് ഹൈന്ദവർ തീരുമാനിക്കണമെന്നും സ്വാമി പറഞ്ഞു. ദേവസ്വങ്ങളിൽ നടക്കുന്ന അനീതികളും ഹിന്ദു സമാജത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ദുഷ്ചെയ്തികളും ചൂഷണങ്ങളും മറ്റുമാണ്. ഒറ്റ തീരുമാനം എടുത്താൽ മതി. എല്ലാ ദേവസ്വങ്ങളുടെയും 5 ദേവസ്വങ്ങളാണ് കേരളത്തിൽ, 5ന്റെയും ഓഡിറ്റ് റിപ്പോർട്ട് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്നത് വരെ ഞങ്ങൾ 9 പൈസ ഗവൺമെന്റ് ക്ഷേത്രത്തിൽ ഇടില്ല. ശബരിമലയിൽ പോയാൽ പ്രാർത്ഥിക്കുക, ഭഗവാനേ സ്വാമിയേ ശരണയ്യപ്പ, നീ ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഭണ്ഡാരത്തിൽ പൈസ ഇട്ടോളാം, അതുവരെ 9 പൈസ ഇടില്ല. ഗുരുവായൂർ പോകുമ്പോൾ പ്രാർത്ഥിക്കുക, ഭഗവാനെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ നിന്നെയും എന്നെയും. ജനാധിപത്യ സമൂഹത്തിൽ വോട്ടാണ് എല്ലാം നിർണയിക്കുന്നത്. കുടുംബാസൂത്രണം എന്നത് ഹൈന്ദവർ മാത്രമല്ല, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ എല്ലാവരും തയ്യാറാകണമെന്നും സ്വാമി പറഞ്ഞു. ധർമ്മ സന്ദേശ പ്രതിജ്ഞയും ചടങ്ങിൽ ഏറ്റുചൊല്ലി. ഈശ്വരാരാധനാനിഷ്ഠമായ ജീവിതം നയിക്കും. വിവിധ ആരാധനാ സമ്പ്രദായങ്ങളെ മാനിച്ചും. ധർമ്മ സന്ദേശത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സൂഫി ഇസ്ലാമിക് ബോർഡ് സംസ്ഥാന കമ്മിറ്റിയുടെ മംഗളപത്രം സദസ്സിൽ വായിച്ചു. കൈമനം അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി, സ്വാമി സ്വപ്രഭാനന്ദ, സ്വാമി ചിദാനന്ദ ഭാരതി, മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി, മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി, പ്രജ്ഞാനന്ദ തീർത്ഥപാദർ തുടങ്ങി നിരവധി സന്യാസി ശ്രേഷ്ഠർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.